പിന്നെ നീയോ? ഇല്ലില്ല. എന്താ നിനക്ക് നനഞ്ഞ ചെയ്യ് എന്തോ തണുപ്പ് എന്താ എനിക്കറിയാം. ഞാൻ എത്രയൊക്കെ നിർബന്ധിച്ചാലും എത്രയൊക്കെ സ്നേഹം വെച്ചിരുത്തിയാലും ഒക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഇങ്ങോട്ട് നിന്നാണ് പോകുന്നത്. അതാ നിന്നെ പറ്റില്ല. പിന്നെ അത് ഓ അത് പുള്ളിക്കാരൻ ഇന്ന് ഷാറ്റേഡായിട്ട് ഇറങ്ങിപ്പോയി. അല്ലാതെ ഇച്ചായനും ചെറിയമായിട്ട് പഴയ നിങ്ങൾക്ക് നോക്കുമ്പോൾ പഴയത് നീ പറഞ്ഞ് മനസ്സിലാക്കാണ്ടിരിക്കുക. പഴയൊന്നും നടക്കാറില്ല. നാളെ ശീലമില്ലെങ്കിലും അവനെ എന്റെ ബാംഗ്ലൂരിൽ ഒരു 6 മാസത്തെ വിചാരണത്തരം കഴിഞ്ഞ് ശിക്ഷയില്ലാതെ ജയിലിൽ ഇറങ്ങി നിന്നെ പക്ഷേ ബോംബെയിലെത്തി നേരെ നിന്ന് പെട്ടത് ഒരു പഴയ ശത്രു മുന്നിലാണ്. അവസരം കാത്തു നിൽക്കുന്ന ഒരു പഴയ ശത്രു, പഴയ കേന്ദ്രമന്ത്രി KJ നായർ. മറാഠ പോലീസിലെ പ്രമാണിമാരുടെ പിന്തുണത്തിൽ കെണിവെച്ച് വളഞ്ഞു പിടിച്ച് വെട്ടിയും കുത്തിയും ജീവൻ ബാക്കി ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അന്നിനെ കെട്ടിയെടുത്ത് പുറങ്കടലിലെറിഞ്ഞായിരുന്നു നായരാൾക്കാര്. ഒടുവിൽ ആരാ എന്താണെന്നറിയാതെ കടലിൽ ഒഴുകി വന്ന ജീവത്വത്തിനെ രക്ഷിച്ചെടുത്ത് മകയിൽ ഒന്നിരി കരയടപ്പിച്ചത് ദൈവത്തിന്റെ രൂപത്തിൽ അവതരിച്ച ചന്ദ്രൻ പാപ്പ. ബോധവും ആരോഗ്യം വീണ്ടെടുത്തി പകരം വീട്ടാനുള്ള പുറപ്പാട് കണ്ടപ്പോ പാവം പറക്കുമില്ലാത്ത എന്റെ ആരോഗ്യത്തോടും ഈ ഭൂമിയിൽ ആരുമില്ലാത്തതായി പോകും, തനിക്കായി പോകുമെന്ന് ഭയപ്പെടുത്തി ഇവിടെ തന്നെ നിർബന്ധമായി പിടിച്ചു നിർത്തിയ സ്വാമിനാഥൻ ഉന്നപ്പിക്കാം. ഇവിടെ വന്നുവിട്ട കാലം മുതൽ നിലപോലെ കൂടെയുള്ള ഇവൻ ഈ ദൂരം. പിന്നെ എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം കൊടുക്കാതിരുന്ന നീര് നാളെയും മറക്കാൻ പറ്റില്ല. ഒന്നും മറക്കാൻ പറ്റില്ല. എനിക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിൽ ഞാൻ പച്ച പിടിക്കുന്ന കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ഒരു കാര്യത്തിന് പോലെ വന്ന് കയറിയാണ്. ഒരിക്കലും ഒരു ജഡ്ജ്മെന്റുകൾക്ക് വഴങ്ങി തന്നിട്ടില്ലാത്ത ഒരുപാട് ബോധം ബാക്കിയാണ്. പക്ഷേ നിന്നെ ഇവിടേക്ക് പോലെ ഇഷ്ടമായിരിക്കും ചന്ദ്രനെ. എല്ലാത്തിന്റെയും തലപ്പത്തിൽ വാറ്റിൽ വിജയം പറ്റിയിട്ടുണ്ട്. അത് ചന്ദ്രനെ ഒഴിവാക്കാൻ വേണ്ടി കാണുന്ന കാര്യം ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ബിസിനസ് മുഴുവനായും ചന്ദ്രനെ ഏറ്റുകൊണ്ടിരുന്നു. കോടികളുടെ ആസ്തി ലാഭത്തിൽ ചന്ദ്രൻ തനിച്ചെടുക്കാം. ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന സമയം ഞാൻ നോക്കി. പിന്നെ കോടിയിലെ ബിസിനസ് മുഴുവൻ എന്റെ പേരിലുള്ളതെല്ലാം ഈ ഒരു തനിച്ച് നോക്കിയെന്ന് അറിയുന്നത്. പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ തുല്യമായിട്ട് നിന്റെ ആര്യത്തിന്റെ പേരില്, അമ്മൂന്റെയും മരവിന്റെ കുട്ടികളുടെയും പേരില് ഒക്കെ നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഇരിച്ചിരുന്നു ആരെങ്കിലും താങ്ങാനും മനസ്സും ആരോഗ്യമുള്ളപ്പോൾ തന്നെ എല്ലാം ഇറക്കി വെക്കുന്നത് പോലുക. അത് മതി മേഖലക്ക്. മണി ക്യാൻ മേക്ക് വൺ ഗെറ്റ് ഫെഡ് അപ്പ് അറ്റ് ടൈം. പക്ഷേ പണമേ മടുത്തുകൊണ്ടിരിക്കെ ജീവിതം ഇങ്ങോട്ട് വേട്ടയാണല്ലോ, തിരിച്ചു വേട്ടയാണുള്ള ഒരു ബേസിക് ഇൻസ്റ്റിന്റ് ഇല്ല. അത് നഷ്ടമായിട്ടില്ല. പറഞ്ഞില്ലേ KG നായർ, പഴയതും പുതിയതുമായ ശത്രുക്കൾ രവിമാമനെ തകർക്കാൻ അവരെല്ലാം ഒരുമിച്ചായിപ്പോ 12 വർഷം ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചതൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഇത് തോറ്റെടുക്കാൻ പറ്റില്ല. പേടിക്കല്ല. ഇനിയൊരു ഏറ്റുമുട്ടലൂടെ വേണ്ടി വന്നാൽ എന്റെ സൂര്യനെ നഷ്ടപ്പെട്ടിരുന്നത് ഇനി ഒരാളെ കൂടെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നാ ആലയം ചെയ്യുന്നില്ല. അതെ, നിന്റെ പേര് പറയുമ്പോഴും നിന്നെ കാണുമ്പോഴൊക്കെ അവളെ കണ്ണ് തിളങ്ങുന്ന ഞാൻ ശ്രദ്ധിക്കാം. നീ അതിന് സമ്മതി കൊടുക്കുന്നതെന്നാണ്. അത് നിനക്കങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ടെൽ ഹർ. പറഞ്ഞു കൊടുത്താൽ മതി, അവർക്ക് മനസ്സിലാക്കോ. അല്ലാതെ അതിനെ ആലീസിനും ഇഷ്ടമായ സ്ഥിതിക്ക് അങ്ങനെ അവർക്ക് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നഷ്ടപ്പെടുകയോ നിന്റെ തീരുമാനിച്ചാൽ മതി. പിന്നെ നിന്റെ ഈ കയ്യിലെത്തിനെ നിന്റെ ധൈര്യം സൂക്ഷിച്ചോണം.
എന്റെ പെണ്ണാണ് എന്റെ പള്ളി നേരെ പറഞ്ഞാൽ ഡൽഹി അവിടെ ആരെയും തിരിച്ചാക്കണം ഡൽഹി സ്ട്രേറ്റ് ടു ഫ്രാങ്ക്ഫർട്ട് കോളേജ് വിസിറ്റ് ഇൻഫർമേഷൻ ഇടുന്നു അവിടെ സെവൻ പ്രോജക്റ്റിന്റെ ലീവ് കൊടുത്ത് ബോസ് മീറ്റിംഗ് ഫോർമാലിറ്റീസ് കഴിഞ്ഞാൽ കൊച്ചിൻ അത് കഴിഞ്ഞാൽ ചെറിയൊരു കച്ചവടം നമ്മുടെ പഴയ എയർക്രാഫ്റ്റ് കൂട്ടി വിട്ട് പുതിയൊരെണ്ണമാണ് പിന്നെന്താ തിരിച്ചു പോകുമ്പോഴേക്ക് അവിടെ കച്ചവടം കരാറൊക്കെ ഒത്തിരി ദൂരം വെച്ചിരുന്നു എന്തെന്താ പൈസ കൊടുത്തത് അത് സീരിയസ് ഏതൊരു വാലിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് സംശയം ബൈപ്പാസ് വേണ്ടി വരുമ്പോൾ പറയുന്നില്ല ഡോക്ടർ അതേപോലെ ഈ 70-ാം വയസ്സിൽ അതാണ് ചെന്നതാണ് സോ ദാറ്റ് എവറി ചാൻസ് ഫോർ മീ ടു ഗെറ്റ് ഹെൽപ്പ് ഇൻ ബോംബെ ഫോർ ബൈ ഡേ Oh God, ഈ പറ്റില്ല you on time? Yeah. സകലില്ലേ ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമായിട്ട് കെട്ടിയേപ്പിച്ചപ്പോ ഒറ്റ ദിവസം കൂടെ ആളെ മറിക്കൂടെ തന്നെ എന്താ So that's it. Maybe by the city. You look still. May I focus on? Maybe it's actually keep your focus. ഇവിടെ ചെയ്യുന്ന നമ്മളിവിടെ കുറ്റിയെടുത്ത് കെട്ടി വെച്ച് സുന്ദരിന്ന് ദൂരം ഭാരങ്ങൾ ഒറ്റയാക്കി ഇറങ്ങിക്കാൻ കഴിയില്ല എന്തൊക്കെയാ ചുമതലകളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ധൈര്യം വേണ്ടി വന്നാൽ ശാസിക്കാം ചെവിച്ചു വിളിക്കാം അനുസരിപ്പിക്കേണ്ടെന്ന് അനുസരിപ്പിക്കാം കേട്ടോ ശരി ഇവിടെ ഹലോ and here have a good day. See you. Libby. Yes, may I help you? Libby. Yes, tell me, sir. Yeah. Just have this one. Black tea. Chandra. Yes. പറയണമെന്ന് പലതവണ മനസ്സിൽ വിചാരിച്ചാണ്. But I didn't want it to sound awkward. ഇതുപോലുള്ള യാത്രകൾ വരുവാണെങ്കിലും മുൻപൊരിക്കലും ഇതുപോലെ അവസ്ഥയിൽ ഇവിടെ ശ്രമിച്ചില്ല ഞാനിങ്ങനെ സ്ഥലത്തില്ലാന്നറിയുമ്പോൾ പുതിയ എന്തെങ്കിലും ഒരു ദുർബുദ്ധിക്ക് ശ്രമിച്ചു കൂടാന്നില്ല ഇനി അത് ഒന്നും ചെയ്യപ്പെടാൻ ആ ഭാഗത്ത് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷിക്കുന്നുണ്ട് എന്റെ ആത്മസംബന്ധത്തെ ഇനി ഒരിക്കലും